അവസാനം മൂസ മാത്രം എത്തി. അത് ഞാൻ പിന്നെ പറയാം. ജൂതന്മാർക്ക് ആ മണ്ണ് അവകാശത്തിന് ഒരർഹതയുമില്ല എന്ന് പറയാനാണ് മൂസ നബി ഇസ്രായേലി സമൂഹവും കൊണ്ട് ഫലസ്തീനിൽ വന്നിട്ടില്ല എന്ന അതിൻ്റെ ഒറിജിനൽ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പോയത് ഫലസ്തീനിലാണ്, പക്ഷെ ഫലസ്തീനിലേക്ക് മൂസ നബി തൻ്റെ കൗമും കൊണ്ട് എത്തിയിട്ടില്ല. അതിന് കാരണങ്ങളൊക്കെ പറയാം. അവിടുന്ന് പുറപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത്? ആദ്യം സീനായ് മരുഭൂമിയിലേക്ക് കയറണം. സീനായ് മരുഭൂമിയിലേക്ക് കയറിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട് ജോർദാൻ നദിയും നേരെ കടന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് ഫലസ്തീനിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ ആ മുനമ്പ് മെഡിറ്ററേനിയൻ സമുദ്രം വരെ പോകും. മെഡിറ്ററേനിയൻ മുനമ്പിന്റെ തീരത്ത് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് മേലോട്ടാണ് പാട്ടവളക്ക് മണ്ണെണ്ണാൻ്റെത്. ഇപ്പൊ താഴോട്ടായില്ലേ എന്നാണ് ബൾബ് വന്നപ്പോ. പണ്ടൊക്കെ അമ്മി കുട്ടി ഉരുണ്ടു അമ്മി അവിടെ തന്നെ നിന്നു. ഗ്രൈൻഡർ ആയപ്പോഴോ അമ്മി കറങ്ങാൻ തുടങ്ങി, കുട്ടി ആജ്ഞാപിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് പഴയ ഉദാഹരണം. കൃത്യമാണ്. അത് വന്ന് ഇപ്പൊ എന്തുപോലും മാറി. പ്രിയപ്പെട്ടവരെ, വയനാടിന്റെ കുഗ്രാമത്തിൽ പോലും AM-ഉം PM-ഉം മാറിയില്ലേ? എന്ന് പറയാൻ ആളുകൾ മുന്നിൽ നടക്കുന്നു. അവർക്ക് പിഴച്ചുപോയി. സമുദ്രം പിളർത്താൻ വേണ്ടി പോയതല്ല, പോയത് ഇങ്ങനെയാണ്. ചെങ്കടൽ ഇവിടെ എത്തുമ്പോൾ 2 കൈവഴിയാണ്. ഈ ഭാഗത്തിന് ഇവിടെയാണ് കെയ്റോ. ഇതാണ് കെയ്റോ. ഇവിടെയാണ് കെയ്റോ. ഇവിടെ നിന്ന് പോവാണ്. എത്തേണ്ടത് ഇവിടെയാണ്. ഇതവിടെ. ഇങ്ങനെ നോക്കിയാൽ ഇതാണ് സത്യത്തിൽ സീനായി മരുഭൂമി. ഇതാണ് സീനായി മരുഭൂമി. ഇത് അഖബ, ഇത് സൂയസ് ഉൾക്കടൽ, ഇത് അഖബ ഉൾക്കടൽ. ഈ കാണുന്നതാണ് സീനായി മരുഭൂമി. ഇതാണ് ഈജിപ്ത്. ഇവിടെയാണ് കെയ്റോ. ഇപ്പുറത്ത് സുഡാൻ, ഇപ്പുറത്ത് നൈൽ നദി. ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ സീനായി മരുഭൂമിയിൽ കയറി ഷാമിൽ നേരെ ഫലസ്തീനിലേക്ക് കയറാം. ഇവിടുന്ന് പുറപ്പെട്ടു. ഇവിടെ ഇത് സൂയസ് പട്ടണമാണ്, ഇത് അഖബ പട്ടണമാണ്. ഇവിടെ ചുറ്റിയിട്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോയതാണ്. പക്ഷേ മുന്നിൽ നടന്ന ആളുകൾ വിവരമില്ലാത്തവരല്ലേ, അവർക്ക് വഴിപഴിച്ചുപോയി. നട്ടപ്പാതിരയല്ലേ, അവർ നേരെ കടലിലേക്ക് കൊണ്ടെത്തി. അവിടെ പ്രധാനപ്പെട്ട അഭിപ്രായം പ്രകാരം കടൽ മുനമ്പാണ്. 14 കിലോമീറ്റർ വീതിയുണ്ട് അവിടെ. കടൽ മുനമ്പാണ്. 14 കിലോമീറ്റർ വീതിയുണ്ട് അവിടെ. ഒരു കടൽ മുനമ്പാണ്. അവിടെ എത്തിപ്പെട്ടു. തിരിഞ്ഞ് ഇനി ചുറ്റിയിട്ട് പോകാൻ നിർവാഹമില്ല. നേരം തൊട്ടു ബാക്കിൽ ഫിർഔനും കൂട്ടാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രയോഗിക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത്. അതുകൊണ്ടാണ് വടി കൊണ്ടാണ് അടിച്ചത്. വടി കൊണ്ടടിക്കാൻ പോയതല്ല. വടി ബഹുമാനപ്പെട്ടവരുടെ കൂട്ടുകാരനാണ്. അത് അമ്മോശാക്ക കൊടുത്തതാണ്. സത്യത്തിൽ അത് അമ്മോശാക്കയുടെ മുതലുമല്ല, അത് സയ്യിദുനാ ആദമിന്റെ മുതലാണ്. ആദം നബി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണിത്. ഈ വടി ഇപ്പോൾ തുർക്കിയിൽ കോപ്റ്റിക് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വടി ഇപ്പോഴും ഉണ്ട്. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാന്ന പ്രധാന അഭിപ്രായം. ഈ വടി വലിയ മഹത്വമുള്ള വടിയാണ്. ഈ വടി ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോയിരുന്നു. അതുകൊണ്ടാണ് വലിയ ഫീഹാ മആരിബ് ഉഖ്റാ എന്ന് പറഞ്ഞത്. ഈ വടി തന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വടി കൊണ്ടാണ് അടിച്ചു വെള്ളത്തിൽ. കാരണം രക്ഷനില്ല. കാരണം ഇനി പിന്തിരിഞ്ഞിട്ട് സൂയസ് പട്ടണത്തിലേക്ക് ചുറ്റാൻ പോയാൽ ബാക്കിൽ ഫറോവയും കൂട്ടരുണ്ട്. 6 ലക്ഷം പട്ടാളം ഫറോവയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇനി നിർവാഹമൊന്നുമില്ല. അപ്പോൾ പിന്നെ ചെങ്കടലിന് അടിക്കേണ്ടി വന്നു. സൂയസ് ഉൾക്കടൽ, അതാണ് ചെങ്കടൽ. ചെങ്കടൽ 2 കഴിവ്, രണ്ടും ചെങ്കടലാണ്. ഇത് സൂയസ് ഉൾക്കടലാണ്, ഇത് അഖബ ഉൾക്കടലാണ്. ഈ മുനമ്പിൽ 14 കിലോമീറ്ററും വീതിയുള്ള ഈ ഭാഗത്ത് അങ്ങോട്ട് വടികൊണ്ടടിച്ചു സയ്യിദുനാ മൂസ. കടൽ പിളർന്നു. നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ സീനായ് മരുഭൂമിയിലേക്ക് അങ്ങോട്ട് കയറുന്ന സന്ദർഭത്തിൽ എന്തുണ്ടായി? ബാക്കിൽ വരുന്നുണ്ട് ഫിർഔനും സംഘവും. അവരും ഈ പിളർന്നു നിൽക്കുന്ന സമുദ്രം കണ്ടിട്ട് അവരും അങ്ങോട്ട് കയറി. പിന്നെ നേരെ ഒരു ഹുങ്കാര ശബ്ദമാണ് പിന്നെ ഇസ്രായേലികൾ കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഫറോവയും കൂട്ടരും ചത്തുപോവുകയാണ്, മുങ്ങാണ്. ഇത് ലോക ചരിത്രമാണ്. പിന്നെ അവരങ്ങോട്ട് പോയി. പക്ഷെ പിന്നെ ഇവര് അള്ളാഹുവിനോട് ഏറ്റവും നന്ദി ചെയ്യേണ്ട ആളുകൾ സത്യത്തിൽ ഇസ്രായേലികളാണ്. കാരണം അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിന് കൈ കണക്കൂല്ല. പിന്നെ അവർ എന്ത് ചെയ്ത്? തിന്നാല്ലാത്ത കൂട്ടർക്ക് അള്ളാഹു തആല തീറ്റ കൊണ്ട് കൊടുത്ത് 30 കൊല്ലം കട്ടിത്തേനും കാടപ്പക്ഷിയും. അൽമന്നു വസ്സൽവ, സെൽവ കടപ്പക്ഷി. അതിന്റെ കൗതുകം കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു കുട്ടിക്ക് സെൽവ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിലെ കാടപ്പക്ഷിയാണ് സെൽവ. എൻ്റെ ഒരു കുട്ടിയുടെ പേര് ആയിഷ സെൽവ എന്നാണ്. അത് ഞാൻ ഇത് കണ്ടിട്ട് കൊടുത്തതാണ്. 30 കൊല്ലം കട്ടിത്തേനും കാടപ്പക്ഷിയും കൊടുത്തു. നല്ല
നല്ല കാടപ്പക്ഷി. ആ നേരം കൊടുത്താലും അവരുടെ വീട്ടുമുറ്റത്തൊക്കെ കാടപ്പക്ഷി വരും. അങ്ങനെയാണ് എല്ലാ ദിവസവും നല്ല കാടിറച്ചി തിന്നും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്, ഈ വേദിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഇറച്ചി തിന്നാൽ ദോഷം ഉണ്ടാവും. ഞാൻ ഈ ആയത്തിൽ പഠിച്ചപ്പോൾ എൻ്റെ ആ തീരുമാനം മാറ്റി. എല്ലാ ദിവസവും ഇറച്ചി തിന്നതുകൊണ്ട് കേടുവരികയാണെങ്കിൽ 30 കൊല്ലാണ് ഇറച്ചി തിന്നത്. ഇറച്ചി മാത്രം, കട്ടിത്തേനും ഈ കാടപ്പക്ഷിയുടെ ഇറച്ചിയും 30 കൊല്ലം തിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. അവസാനം ഇവർ പറഞ്ഞ്, മൂസ നീ ഞങ്ങൾക്ക് ഈ ഇറച്ചി എന്താ എല്ലാ ദിവസം നീ ഞങ്ങൾക്ക് വേറെ ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് നല്ല ഉള്ളി, കിഴങ്ങ്, നല്ല പയറ്, പരിപ്പ് ഇതെല്ലാം കൊണ്ടുവരൂ. അപ്പോൾ മൂസ നബി നല്ല ഭക്ഷണം വെച്ചിട്ട് നിസ്സാര ഭക്ഷണം നിങ്ങൾ ചോദിക്കുന്നുവോ? അപ്പൊ നല്ല ഭക്ഷണം ഇറച്ചിയാണ്, നിസ്സാര ഭക്ഷണം പച്ചക്കറിയാണ്. പുറത്തു പറയരുത്. നമ്മൾ ഈ ഇന്ത്യക്കാര് കുറച്ച് അന്തല്ലാത്ത കുറച്ച് ആയുർവേദ ഡോക്ടർമാരുണ്ട്. ഇവർ പറഞ്ഞതിന് പിന്നാലെ പോകണ്ട. ആൺകുട്ടിയാൾക്ക് ഇറച്ചിയൊക്കെ തിന്നേണ്ടി വരും. ആണത്തുണ്ടാവണം ഇറച്ചി ഉണ്ടാവും. പിന്നെ പ്രശ്നം എന്താണ്, ഞാനതിൽ കുറച്ച് ആലോചിച്ചു, എന്താ പിന്നെ ഈ ഇറച്ചിയെ വിമർശിക്കാൻ കാരണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇറച്ചിയിലല്ല തെറ്റ്, അതിൻ്റെ പാകപ്പെടുത്തലാണ്. നമ്മൾ ഇറച്ചി നിന്നോട് ദോഷം വരുന്നത് അതിൻ്റെ പാകപ്പെടുത്തൽ, പ്രിപ്പറേഷൻ മോശമാണ്. ഇറച്ചി പുഴുങ്ങി അങ്ങോട്ട് തിന്നുകയാണ്. ആടിനെ 2 ആൾ കൂടി ഒരു ആടിനെ പുഴുങ്ങി അവിടെ തിന്നു അറബി. എന്നിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകേണ്ടത് അറബികൾക്കാണ്. ലോകത്തെ തീരെ ഹൃദ്രോഗം ഇല്ലാത്തവർ അറബികളാണ്. പക്ഷെ അതിലൂടെ അവർ ഒരു പച്ചലയും കഴിക്കും. നമ്മൾക്ക് അവർ പുല്ലും വൈക്കൂലും എന്ന് പറയും അവരെ പറ്റി. അത് കഴിക്കും അവർ. ഞാനത് വിശദീകരിക്കുന്നില്ല, അതിൻ്റെ വേദിയല്ലല്ലോ. പക്ഷെ അവർ ചിന്തിക്കണം. ഈ 30 കൊല്ലം എന്തെന്നാ കാരണം എന്ന് ചോദിച്ചാൽ, ഇവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, നല്ല കാടപ്പക്ഷിയും ഈ ഇസ്രായേലി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കട്ടിത്തേനും ഒറിജിനൽ തേനിൽ എല്ലാവിധ ശിഫാവും ഉണ്ടെന്ന് പുണ്യ റസൂൽ. നാട്ടിലെ തേനിന് തന്നെ നാട് കാണിച്ചുമ ചുരത്തിലും താമരശ്ശേരി ചുരത്തിലും സൈഡുകളിലുള്ള മരങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന നാടൻ തേനിന് പോലും ഔഷധമുണ്ടെങ്കിൽ സ്വർഗത്തിലെ തേനിന് എത്ര വലിയ ഔഷധം ഉണ്ടാവും. അതൊരു വലിയ കാലഘട്ടം ആ തേനങ്ങോട്ട് കുടിച്ച് ജീവിച്ചു വരും. നല്ല കാടപ്പക്ഷിയെ കെണി വെച്ച് പിടിക്കും. നേരം വെളുത്ത് വന്നാൽ സുലഭമായി കാടപ്പക്ഷിയും കട്ടിത്തേനും. ഇവർക്കൊരു പണിയില്ല. കാരണം അവർ പണിയെടുത്ത് കഴിഞ്ഞവരാണ്. പണിയെടുത്ത് കഴിഞ്ഞവരെ മൂസാ നബിയുടെ പിന്നാലെ വന്നപ്പോൾ പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഒറ്റ പണി അള്ളാഹ് കുഴപ്പിടുക, തൗറാത്ത് പഠിക്കുക. അത് മാത്രം അവർ ചെയ്തില്ല. ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ വല്ല കൂലിപ്പണിക്ക് പോയിട്ട് പച്ചക്കറിക്ക് വെള്ളം നനക്കലാണെന്ന് അവർ പിന്നെ പറഞ്ഞു. ഇവരെ സ്വഭാവങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവരെ സ്വഭാവം തിരിച്ചറിയണം. ലോകത്ത് നന്ദി കെട്ട ജനത ഇസ്രായേലികളാണ്. അവരെ അതവിടുത്ത് പഠിച്ചാൽ അള്ളാഹുവിനെ ഏറ്റവും നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകൾ ഇസ്രായേലികളാണ്. ഞാൻ ഈ ആയത്തിന്റെ പെരുമ കണ്ടിട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. അൽ-ബഖറ 40-ാമത്തെ ആയത്താണ്. 44 തന്നെയാണ്. അൽ-ബഖറ 40-ാമത്തെ ആയത്താണ്. യാ ബനീ ഇസ്രായേൽ അൽഖുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലി സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നുണ്ട്. അത് എത്ര തവണയാണ് അള്ളാഹുവിന്റെ കലാമ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ? നിഅമത്ത് കിട്ടിയിട്ട് ലോകത്ത് മതിമറന്നു പോയ ജനതയാണ് ആ സമൂഹം. അള്ളാഹു ഭയങ്കര നിഅമത്ത് അവർക്ക് കൊടുത്തു, പക്ഷെ മതി മറന്നുപോയി. ഇതാണ് ഇസ്രായേലി ജനതയുടെ ഒറിജിനൽ ചരിത്രം. ഇവർ നന്ദി കെട്ട ജനവിഭാഗമാണ്. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച ലോകത്തെ തുല്യതയില്ലാത്ത ജനവിഭാഗമാണ് ഇസ്രായേലി സമൂഹം. അതുകൊണ്ടാണ് നമ്മുടെ ഫാത്തിഹയിൽ അവസാനത്തെ ഒരു പദമുണ്ട്, ഓയിരിൽ മഗ്ലൂബി അലൈഹിം. മഗ്ലൂബി അലൈഹിം എന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത്. അപ്പോൾ പിന്നെ മഗ്ലൂബി അലൈഹിം ആരാണ്? മഗ്ലൂബി അലൈഹിം അൽ യഹൂദാണ്. അതാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഓയിരിൽ മഗ്ലൂബി അലൈഹിം എന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുത്. ആരാ മഗ്ലൂബി അലൈഹിം? ഫലസ്തീനിനോ പരിശുദ്ധമായ ഖുദ്സിനോ അവർക്കൊരു അർഹതയില്ല.
എന്തുകൊണ്ട് എന്നാൽ അവരുടെ നേതാവ് അവരെ അവിടെ കൊണ്ടുപോയി കുടിയിരുത്തിയിട്ടില്ല. എന്നാൽ കുടിയിരുത്താൻ കഴിയാത്തതുകൊണ്ട് ശ്രദ്ധിക്കണേ, മർമ്മം, ഈ ചരിത്രത്തിന്റെ മർമ്മം പറയുന്നത് ശ്രദ്ധിക്കണം. മൂസ നബിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ? ഇന്നത്തെ യാത്ര അനുസരിച്ച് ഒരു 1.5 ദിവസത്തെ യാത്ര കൊണ്ട് ഈജിപ്തിൽ നിന്ന് 1.5 ദിവസത്തെ യാത്ര കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് എത്താൻ കഴിയും ഇന്നത്തെ യാത്ര അനുസരിച്ച്. അന്ന് കുറച്ചുകൂടി കൂടുതലാണെന്നുകൊണ്ട് വെച്ചോളൂ. ഏറി പറഞ്ഞാൽ 1-2 ആഴ്ച യാത്ര ചെയ്താൽ മതി. അന്നത്തെ ഒട്ടകപ്പുറത്തെ യാത്രക്ക് എത്തിച്ചേരാൻ കഴിയും. പതിറ്റാണ്ടുകൾ സീനായി മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നിട്ടും ഈ സമൂഹത്തെ ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അർദുൽ മുഖദ്ദസയിൽ എത്തിച്ചില്ല. എന്തുകൊണ്ട്? അവർ അതിന് അർഹരല്ല എന്ന് മൂസ നബി തീരുമാനിച്ചു. ഇതൊക്കെ കൃത്യമാണ്. കാരണം എന്തുകൊണ്ട്? ഓരോ ഘട്ടത്തിലും അള്ളാഹു അവർക്ക് നിബന്ധന വെച്ചിരുന്നു. ആ നിബന്ധന മുഴുവനും അവര് പൊട്ടിച്ചളഞ്ഞു. നന്ദികേടിന്റെ പരമാവധി. ഇനി അർദുൽ മുഖദ്ദസയിൽ വലിയ നന്ദികേടാണ് അവർ കാണിച്ചത്. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قالوا إنكم قوم تجهلون إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون قال غير الله أبغيكم إلها وهو فضلكم على العالمين. سورة الأعراف 138, 139, 140. ഇസ്രായേലികൾ ലോകത്ത് നന്ദി കെട്ട ജനവിഭാഗമാണ്. അതുകൊണ്ടാണ് വെളിപ്പാടകളെ ബൈത്തുൽ മുഖദ്ദസും ഫലസ്തീനും ഉണ്ടായിട്ടും ജൂതന്മാരെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ മണ്ണ് കാട്ടിക്കൊണ്ട് കൊടുക്കാൻ അവരുടെ ഒറിജിനൽ പ്രവാചകനായ സയ്യിദുനാ മൂസ തയ്യാറായില്ല. അപ്പോൾ ചരിത്രത്തിൽ അർദുൽ മുഖദ്ദസക്ക് അവർക്ക് അർഹത ഇല്ല. ലോക ചരിത്രത്തിൽ അവർക്കതിന് അർഹതയുണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്യേണ്ടിയിരുന്നത് സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്താ കാരണം എന്താ? ഇവരെ തനിനിറ ഓരോ ദിവസവും പുറത്തായി. അത് തന്നെ കടൽ കടത്തി കൊണ്ടുപോയി ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹി. പിന്നെ യാത്രക്കിടയിൽ ഒരു ഗോത്രത്തിന്റെ അരികിലൂടെ അവർ യാത്ര ചെയ്തു. ആ ഗോത്രത്തിന് ചില ദേവന്മാരും ദേവികളും ഉണ്ടായിരുന്നു. ചില ബിംബങ്ങളെ അവർ ആരാധിച്ചിരുന്നു. അതിന്റെ അരികിലൂടെ മൂസ നബിയും ഇവരും യാത്ര ചെയ്യുമ്പോൾ ഇവർ മൂസ നബിയോട് നിർബന്ധിച്ചു, മൂസ, എത്ര കൗതുകങ്ങളായ ബിംബങ്ങളാണ് അവർക്ക്, ഞങ്ങൾക്കും ഒരു ബിംബമില്ലാത്ത പടച്ചവനെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് ദൈവങ്ങളുള്ളത് പോലെ ഞങ്ങൾക്കൊരു ദൈവത്തിന്റെ പ്രതിരൂപം ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ. അതായത് നല്ല മനുഷ്യന്മാരായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്നൊക്കെ പറയിപ്പിച്ച് ഫിറഔനൊക്കെ ചെങ്കടലിൽ മുക്കിക്കൊന്ന് എല്ലാം ശരിയാക്കി കൊടുത്ത് നന്നാക്കി കയറ്റി കൊണ്ടുപോവുക. പിന്നെ ആദ്യം പറയുന്ന പരിപാടിയാണ് എന്ത്? ഒക്കെ പൂങ്കളന്ന് കുതിരവട്ടെന്ന് ഇറക്കിക്കൊണ്ടുവരൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി. പിന്നെ ഇറങ്ങിയ ഉടനെ തന്നെ പറയാണ് ഒരു ഒലക്കിട്ട് നമുക്കൊരു കോണകാക്കിയിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരെ കഥ. ഇവർ വലിയ തൗഹീദിന്റെ ആളുകളായിട്ടാണ് ഇവരെ കയറ്റിക്കൊണ്ടുപോവാ. ഒരു ജനതയുടെ അടുത്തിലെത്തിയപ്പോൾ അവർക്ക് ബിംബങ്ങളുണ്ട്. ബിംബങ്ങളെ കണ്ട ഉടനെ ഇവർ പറഞ്ഞു, ഞങ്ങൾക്കും ബിംബമാണ് മൂസ. അപ്പൊ പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ജാഹിലീങ്ങളാണ്. മൂസ നബി അവർക്ക് കൊടുത്ത ടൈറ്റിൽ ജാഹിലീങ്ങൾ എന്നാണ്. മുഹമ്മദ് നബി തന്റെ സമുദായത്തിന് കൊടുത്തത് അസ്ഹാബി കന്നുജൂം എന്നാണ്. തന്റെ അസ്ഹാബിന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ തന്റെ കൂടെ നടന്ന ആളുകൾക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത പേര് ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ഒറിജിനൽ ജാഹിലീങ്ങളാണ്. കാരണം ഇങ്ങനെ ഒരാൾ പറയും, ഇത്രയും വലിയ അതുകൊണ്ട് നിങ്ങളെ ഒരു വടി കൊണ്ടടിച്ച് അള്ളാഹുവിന്റെ പേര് ചരിച്ച് ഒരു വടി കൊണ്ട് ഞാൻ ചെങ്കടലിൽ അടച്ചിട്ട് അള്ളാഹുവിന്റെ മഹത്വം കൊണ്ട് നിങ്ങളെ ഞാൻ കയറ്റി കൊണ്ടുവന്നു. പിന്നെ അള്ളാഹു നിങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണവും സൗകര്യവും നൽകി. നിങ്ങളെ ശത്രുവിനെ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഞാൻ അള്ളാഹു തല കൊന്നുകളയുന്നത് നിങ്ങൾക്ക് കാണിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് വേറെ ദൈവങ്ങളാണ്.
നിങ്ങൾ വല്ലാത്തൊരു വിവരം കിട്ട ജനങ്ങൾ തന്നെ എന്ന് പറഞ്ഞു സയ്യിദ്നാ മൂസ. തന്നെ ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ പിന്നെ പിന്നെ ഉണ്ടാവുന്നുണ്ട്. ഓരോന്നും ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവരങ്ങനെ ചിറ്റിച്ചു സീനായി മരുഭൂമിയിലൂടെ 60,000 ചതുരശ്ര മൈലിൽ മൂസ നബി തൻ്റെ ആയുസ് അവസാനിക്കുന്നത് വരെ ഇവരങ്ങനെ ചിറ്റിച്ചു. അങ്ങനെ ചിറ്റി അവസാനം മൂസ നബി ഇവരെയും കൊണ്ട് നിൽക്കുമ്പോൾ വന്ന് സയ്യിദ്നാ ഇസ്രായേൽ, ഉറക്കപ്പറ സയ്യിദ്നാ ഇസ്രായേൽ. അപ്പോൾ മൗണ്ട് നീബോ എന്നൊരു പ്രദേശമുണ്ട് ജോർദാനിൽ. ശ്രദ്ധിക്കണേ, മൗണ്ട് നീബോ എന്നൊരു പ്രദേശമുണ്ട് ജോർദാനിൽ. ആ ജോർദാനിൽ തൗറാത്ത് ഇസ്രായേലി സമൂഹത്തിന് തൻ്റെ ജനതയ്ക്ക് തൗറാത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വന്നത് ആര്? ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇസ്രായേൽ. എന്തേ വന്നു എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കുക അവർക്ക് എങ്ങനെയെങ്കിലും ഇവരൊന്ന് ശരിയായി കിട്ടിയാൽ ഇവരെ ശരിയായിട്ട് ആ അർളുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലേക്ക് ഇവരെ കയറ്റണമെങ്കിൽ ഇവർ ശരിയാണോ? പഠിപ്പിച്ചോട് കൊല്ലങ്ങൾ കുറയായി, പതിറ്റാണ്ടുകളാൻ മതിയായി ഇവരെ പഠിപ്പിക്കുന്ന തിരക്കിൽ. അപ്പോൾ ആള് വന്നു സയ്യിദ്നാ ഇസ്രായേൽ. എന്റെ ചോദിച്ചു കാബിലൻ എന്തേന്ന് ചോദിച്ചു. ഇല്ല കാബിലൻ ഒന്നോടിച്ചു. കാരണം ഈ ദേഷ്യം മൂസ നബിക്ക് ഒരു പൂതിയുണ്ട്, അവിടെ എത്തിയിട്ട് മരിക്കണം. അതിന് ഇവര് കൗമ ശരിയാണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇതിന്റെ വസ്തുത മനസ്സിലാക്കണം. ഇവർക്ക് അരക്കഴഞ്ച് അർഹതല്ല പരിബഹുമാനപ്പെട്ട ഫലസ്തീന്. അർഹതയെ ഇവർക്കില്ല. ഇവരെന്ത് വിചാരിച്ചിട്ട് ഫലസ്തീന് വേണ്ടി തുള്ളുന്നത്? ലോക ചരിത്രത്തിൽ ഒരു പ്രമാണം വെച്ചിട്ട് ഫലസ്തീൻ്റെ അർഹത അവകാശികൾ ഞങ്ങളാന്ന് പറയാൻ ജൂതന്മാർക്ക് ലോക ചരിത്രത്തിൽ അവകാശമില്ല. കാരണം ഇവരെ നന്നായി കിട്ടിയിട്ട് വേണം ഇവരെ അർളുൽ മുഖദ്ദസിലേക്ക് കയറ്റാൻ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ തീരുമാനിച്ചു അലൈഹിസ്സലാം. മൗണ്ട് നീബോയുടെ പരിസരത്ത്, മൗണ്ട് നീബോയുടെ കുറച്ച് നല്ല വെള്ളമുണ്ട്. മൂസ നബി വെള്ളം എടുത്തിരുന്ന ഒരു കിണറാവിൻ്റെ പരിസരത്തിൽ ഒരു കല്ലിൽ പല സ്ഥലത്ത് അടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ കല്ലുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു പച്ച ചതുപ്പുണ്ട്. നല്ല ഒരു മനോഹരമായ മൗണ്ട് നീബോയുടെ താഴേക്ക് നോക്കിയാൽ ഒരു സൈഡിലേക്ക് നോക്കിയാൽ മനോഹരമായ ഒരു ഏരിയ ആണ്. അവിടെ ഒരു കല്ല് നാട്ടിയിട്ടുണ്ട്. ആ കല്ലിനെ കുറിച്ച് ചില ആളുകളെ വിശ്വാസം അത് മൂസ നബിയുടെ ഖബറാണെന്നാണ്. അങ്ങനെ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അത് മൂസ നബിയുടെ ഖബറല്ല. മൂസ നബി അവസാനമായി പ്രസംഗിച്ച സ്ഥലമാണ്. അപ്പോൾ ഇസ്രായേൽ വന്ന് പ്രസംഗിക്കാം, തൗറാത്ത് ഇങ്ങനെ വിശദീകരിച്ച് പ്രസംഗിക്കാണ്, എന്നെ പഠിപ്പിക്കുക. അപ്പൊ ഇസ്രായേൽ വന്നു. അപ്പോൾ ചോദിച്ചു എന്തിനാ വന്നത്? അപ്പോൾ ഞങ്ങളെ പിടിക്കാൻ വേണ്ടിയാണ്. സൈറല്ല ഖബിലാണ്, പിടിക്കാൻ വേണ്ടി വന്നാണ്. അടി കൊടുത്ത് ഓടിച്ച്. എന്താ അടി കൊടുക്കാൻ കാരണം? അടി കൊടുക്കാൻ കാരണമുണ്ട്. അർളുൽ മുഖദ്ദസയിലെത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ബാറക്നാ ഹൗലഹുവിന്റെ പരിസരത്ത് ആ മാഹൗലഹുൽ കിടന്ന് മരിക്കണമെന്നാണ് മൂസ നബിയുടെ കൊടി. അതിന് ഈ കൗമ് നന്നാവണം, അല്ലാതെ കൊണ്ടുപോകാൻ പറ്റൂല. ഇവർ നന്നാകാതെ ഇസ്രായേൽ വന്നാൽ ഇവരെ കൂട്ടത്തിൽ കിടന്ന് മരിക്കേണ്ടി വരും. ഇതിനെ പറ്റിയ കൗമല്ല, പറ്റിയ മണ്ണുമല്ല. മൂസ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് എന്ത്? ഫലസ്തീനിൽ പോയി മരിക്കണം. അതിനിവിടെ സമയമായിട്ടില്ല. ഇവർ നന്നാവണം. ഇവർ നന്നാവാതാണ് കയറ്റരുത് എന്ന് മൂസ നബിയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിണഞ്ഞ് പഠിപ്പിക്കുക. ഇവർ നന്നായില്ല. ഇസ്രായേലിനോട് ദേഷ്യം വന്നു, അടിയോട് കൊടുത്ത് ഫസക്ക അതിനെ ഈ കണ്ണിനടിച്ചു എന്നാണ്. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കണ്ണിനടി കൊണ്ടുവന്ന, കണ്ണിന് വരെ കേടുവന്നു, അടിയോട് കൊടുത്തു. ഇസ്രായേൽ അലൈഹിസ്സലാത്തു ചരിത്രത്തിൽ ഒരാൾ റൂഹ് പിടിക്കാൻ പോയിട്ട് മാത്രമേ മടങ്ങിയിട്ടുള്ളൂ. മടങ്ങി ചെന്ന് അർസൽതനി ഇലാ മൻ ലാ യുരീദുൽ മൗത, ഇയാൾക്ക് മരിക്കാൻ പോയിട്ടില്ല. ഇയാളടുത്ത് കാണുള്ള പടച്ചോനെ ഇന്നെ പറഞ്ഞയച്ചത്, ഇടപാടിന് ഇന്നെ പറഞ്ഞയച്ചത്, ഇയാൾക്ക് മരിക്കാൻ കൂടിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു മരിക്കാൻ കൂടിയുണ്ട് മൂസാക്ക് പ്രശ്നമുണ്ട്. മൂസാനോട് പോയി ചോദിക്ക് എന്താ വേണ്ടത്. മൂസാക്ക് ഞാൻ ഏൽപ്പിച്ച ദൗത്യത്തിലാണ്. മൂസാന്റെ മനസ്സ് മുഴുവനും മരിക്കണനുള്ള വെറുപ്പല്ല. മൂസാക്ക് പ്രശ്നമുണ്ട്. മൂസാന്റെ പ്രശ്നം പഠിക്കുന്നതാണ്. അങ്ങനെ ഇസ്രായേൽ തിരിച്ചു വന്നു. എന്താ മൂസാ നബി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചു. ഒരു കാളക്കൂറ്റന്റെ പുറത്ത് ഒരാൾ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ വെച്ചാൽ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്, ഒരു കാളക്കൂറ്റന്റെ പുറത്ത് ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പരത്തി വെച്ചാൽ എത്ര രോമങ്ങൾ അതിനുള്ളിൽ പെടുമോ അത്രയും രോമമുള്ള ആ രോമത്തിന്റെ കണക്കനുസരിച്ച് കൊല്ലങ്ങൾ ഇനിയും ഭൂമിയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞില്ല, അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. പിന്നെ എന്തിനങ്ങൾ എന്നെ അടിച്ചു എന്ന് വെച്ചു. മരിക്കാൻ പോലില്ല, പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനെ അടിച്ചു. അപ്പോൾ പറഞ്ഞ് എന്നെ ഇവിടെ ഇട്ട് മരിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ കൗമിൽപ്പെട്ട ആളല്ല. ഞാൻ അവരെ നന്നാക്കിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ എത്തിയിട്ട് അള്ളാഹു എൻ്റെ സമയമായിട്ടുണ്ട്, ഇനി വേണ്ടത് ചെയ്തോ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കണ സമയം. ഈ കൂട്ടത്തില് ഈ നാട്ടുകാർ ഈ കൂട്ടത്തിൽ വെച്ച് മരിച്ചാൽ എൻ്റെ ഉദ്ദേശം പൂർത്തിയാവൂല. എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് കിടക്കണം. അതിന് മൂസാ നബിക്ക് വേറെയും ലക്ഷ്യം ഉണ്ടാവാം.
അതിന് വേറെയും ലക്ഷ്യം ഉണ്ടാവാം. എന്തുകൊണ്ട്? ആ വഴിയിൽ പിന്നെ ഒരാൾ വരാൻ പോകുന്നുണ്ട്. അത് ലോകത്തൊരു മനുഷ്യന് കിട്ടാവുന്ന ഭാഗ്യമാണ് മുഹമ്മദ്. അത് ഭയങ്കര ഭാഗ്യമാണ്. അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാകാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മഹത്വം നിസ്കാരമാണ്. ആ നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം. ആ നിസ്കാരം 2000 കൊല്ലം കഴിഞ്ഞിട്ട് നിസ്കരിക്കുക. എന്തേ മൂസാ നബി ഉറങ്ങാൻ പറഞ്ഞിട്ട് എന്തേ ഉറങ്ങാഞ്ഞു? ഖബറിൽ നിസ്കരിക്കുക, ഖബറിൽ നിസ്കരിക്കുക സയ്യിദുനാ മൂസ. എന്തുകൊണ്ട്? നിസ്കാരം അള്ളാഹു തിരുമുൽക്കാഴ്ചയായി കൊടുക്കുന്ന മനുഷ്യനാണ് സയ്യിദുനാ മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന മനുഷ്യനെ 2000 കൊല്ലായിട്ട് ഖബറിൽ നിസ്കരിച്ച് കാത്തിരിക്കുക സയ്യിദുനാ മൂസ. മൂസാ നബിയുടെ ആഗ്രഹം മുഹമ്മദ് നബിയുടെ സിയാറത്ത്. അതുകൊണ്ട് ഇവിടെ റൂഹിനെ പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ. അത് പറയാൻ കാരണമുണ്ട്. ലാ തുൻഖലു അജ്സാദുൽ അംബിയാ എന്നത് അള്ളാഹുവിന്റെ ഖാനൂൻ ആമാണ്, അള്ളാഹുവിന്റെ പൊതു നിയമമാണ്. ഒരു നബി മരിച്ചാൽ ആ നബിയുടെ മയ്യത്ത് അവിടെ നീക്കാൻ പാടില്ല. അവിടെ മറവിതോ അത് കാനൂൻ, അള്ളാഹുവിന്റെ കാനൂനാണ്. വളരെ പ്രധാനപ്പെട്ട കാനൂനാണ്, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിലാണ് മരിച്ചത്. അവിടെ മറവിയത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിസ്ഥാനാണ് ലാ തുൻഖലു അജ്സാദുൽ അംബിയാ. അമ്പിയാക്കൾ എവിടെ മരിച്ചോ അവിടെ മറവുകയുണ്ട്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൗണ്ട് നീബോയുടെ മുകളിൽ വെച്ച് മരിച്ചു പോയാൽ അവിടെ മറവിയേണ്ടി വരും. അത് അർദുൽ മുഖദ്ദസത്തല്ല. അവിടെ എത്തുക എന്നതാണ് മൂസാ നബിയുടെ ജീവിതത്തിലെ ഉത്കടമായ ആഗ്രഹം. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് അർദുൽ മുഖദ്ദസത്താണ്, അത് ത്വരീഖ് മുഹമ്മദാണ് ഇലൽ മിഅ്റാജ്. മാത്രമല്ല അത് അർദു ജദ്ദിഹി ഇബ്രാഹിം, ഹാജറ ഇലൈഹ ഇബ്രാഹിം. ഇങ്ങനെയൊക്കെ പ്രത്യേകത മണ്ണിനുണ്ട്. അവിടെ എത്തണമെങ്കിൽ അല്ലാഹു തആല നിയമം പറഞ്ഞിട്ടുണ്ട്. ആ നിയമം ഇവരെ നന്നാക്കലാണ്. അതുകൊണ്ട് ഇവരെ നന്നാകുന്നത് വരെ ക്ഷമിക്കണമെന്നാണ് മൂസാ നബിയുടെ ആഗ്രഹം. പക്ഷേ സമയമായിട്ടുണ്ടെന്ന് മൂസാ നബിക്ക് മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്താ അങ്ങക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞ്, എന്നെ ഇവരിൽ നിന്ന് അപ്രത്യക്ഷാക്കുക. ഖർരിബ്നി ഇലൽ ഖുദ്സി റംയത ഹജരിൻ. ഒരു കല്ല് കൊണ്ടെറിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വീഴാവുന്ന അത്രമുള്ള അകലത്തേക്ക് എന്നെ എത്തിക്കുക, എന്നിട്ട് എന്നെ മറവിയണം എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ. ഉറക്കെ പറ സയ്യിദുനാ മൂസ. ജൂതന്മാരുടെ താരീഖ് ഉള്ളത് മൗണ്ട് നീബോയുടെ മുകളിൽ വെച്ച് മൂസ അപ്രത്യക്ഷനായി. ഒരു ക്രിസ്ത്യാനിയായ ഗൈഡ് എനിക്കുണ്ടായിരുന്നു, അയാളും അങ്ങനെ തന്നെ പറഞ്ഞു. മൗണ്ട് നീബോയുടെ മുകളിൽ വെച്ച് പിന്നെ എവിടെ പോയി ആർക്കും അറിയൂല. ഇപ്പോഴും ഈ ജൂതന്മാരിൽ ചില വിഭാഗമുണ്ട്, ഇപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഗതി കിട്ടാത്തതുപോലെ നടക്കുന്ന ആളാണ് സയ്യിദുനാ മൂസ. സ്വഹീഹുൽ ബുഖാരി കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഹബീബ റസൂൽ പറഞ്ഞ്, ഞാൻ ആ ചുവന്ന മണൽക്കുന്ന് കണ്ടിട്ടുണ്ട്, അവിടെ ഇറങ്ങിയിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം കൃത്യമായി കാണിച്ചു തരുമായിരുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വിഷയം. അഥവാ വിഷയം മനസ്സിലായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അർദുൽ മുഖദ്ദസിലേക്ക് പോയി മരിക്കാൻ വേണ്ടിയിട്ട് ഈ കൗമ അർഹതയില്ലാത്തത് കൊണ്ട് അവർക്കിടയിൽ മൗണ്ട് നിബയുടെ മുകളിൽ നിന്നും മൂസാ നബി അപ്രത്യക്ഷ. ഈ കാര്യത്തിൽ നമ്മൾ 3 കൂട്ടരും നമ്മൾ തർക്കമില്ല. ആര് 3 കൂട്ടരും? മുസ്ലിമീങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ. ഈ 3 വിഭാഗത്തിനും ഈ വിഷയത്തിൽ തർക്കമില്ല. എന്ത്? മൗണ്ട് നിബോയുടെ മുകളിൽ തൗറാത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കവേ മൂസാ നബി അപ്രത്യക്ഷമായി എന്ന കാര്യത്തിൽ ക്രിസ്തീയ, മുസ്ലിം, ജൂത വിഭാഗങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ പിന്നെ തർക്കം എന്താണ്? പിന്നെ എവിടെയാണ്? ചില വിഭാഗം പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മൾ കൃത്യമായ അഭിപ്രായം മുസ്തഫ നബി പറഞ്ഞു. അത് മൂസാ നബിയുടെ ആഗ്രഹമായിരുന്നു. ഇവരേതായാലും നന്നാവൂല, അതുകൊണ്ട് ഇവരെ ആ മണ്ണിലേക്ക് കയറ്റാൻ പറ്റൂല. ഞാനോ രക്ഷപ്പെടട്ടെ എന്ന് സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുതിച്ചു. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ അവിടെയാണ്. അള്ളാഹിന്റെ തൗഫീഖിനാൽ ഞാൻ അവിടെ സിയാറത്ത് ചെയ്തു. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. പരിസരത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മാത്രമല്ല വേറെയോടെ ചില കാര്യങ്ങളുണ്ടായി. മനുഷ്യന്മാരൊന്നുമില്ല, നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, 2 നബിമാർക്കാണ് മലക്കുകൾ ഖബർ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് സയ്യിദുനാ ആദം, ഒന്ന് സയ്യിദുനാ മൂസ. 2 നബിമാർക്കാണ് മലക്കുകൾ ഖബർ വെട്ടി ഉണ്ടാക്കിയത്. ഒന്ന് സയ്യിദുനാ മൂസ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖബർ വെട്ടി മറവ് ചെയ്തത് ബഹുമാനപ്പെട്ട മലായികത്താണ്. അതേപോലെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക, ഇവരടിയിൽ നിന്ന് എന്നെ അപ്രത്യക്ഷനാക്കുക, എന്നിട്ട് എന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് താഴ്വാരത്തിലേക്ക് എത്തിക്കുക, ആ കുന്നിന്റെ പള്ളക്ക് എന്നെ കിടത്തുക, എന്നെ അവിടെ വെച്ച് റൂഹിനെ പിടിക്കുക എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു. അവിടെ എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ പറഞ്ഞയച്ചു. മലക്കുകള്
സ്വർഗത്തിൽ നിന്ന് ആയുധങ്ങളെ കൊണ്ടുവന്ന് അവർ ഭൂമിയിൽ കിളച്ച് മൺവെട്ടി കൊണ്ടുവന്ന് കിളച്ചിട്ട് ഖബറുണ്ടാക്കി. ആ ഖബറുണ്ടാക്കിയിട്ട് ഖബറിന്റെ അരികിൽ ഖബറുണ്ടാക്കാൻ കഴിയുന്നത് വരെ നോക്കി നിന്നു സയ്യിദ്നാ മൂസ. നോക്കി ഖബറിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനി റൂഹിനെ പിടിക്കല്ലേ എന്ന് പറഞ്ഞു ഇസ്രായേൽ. അപ്പോൾ പറഞ്ഞു പിടിക്കാനായിട്ടില്ല. ഖബറിൽ കിടന്നാൽ തലഭാഗത്തൂടെ നോക്കിയാൽ മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കാണാൻ കഴിയുമെന്ന് അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകൾ വെട്ടിണ്ടാക്കിയ ഖബറിൽ ഇറങ്ങിക്കിടക്കാൻ ഇസ്രായേൽ സമ്മതം കൊടുത്തു. അങ്ങനെ ഇറങ്ങി കിടന്നു. മുഖദ്ദസ് പള്ളിയിലേക്ക് കണക്കാക്കിയിട്ട് ഇറങ്ങി അങ്ങനെ നോക്കി കിടന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗം കണ്ടു, ഫിർദൗസ് കണ്ടു. നേരെ കയറിയിട്ട് പറഞ്ഞു ഇനി പിടിച്ചോളൂ പറഞ്ഞു. അത് പിടിച്ചു. അത് തന്നെയാണ്. അതാണ് ജിബ്രീലിനോട് കൂടി മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്തത്. അപ്പോൾ തൗറാത്തിന്റെ അനുയായികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവർ അർദുൽ മുഖദ്ദസത്തിൽ വന്നിട്ടേ ഇല്ല. അതിന് അർഹരാണ്. ഉണ്ടെങ്കിൽ അവർക്കാണല്ലോ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മറ്റൊരു താരീഖ് ഞാൻ കാണിച്ചു തരാം. പുണ്യ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീന തന്റെ ആഗ്രഹത്തിന്റെ പർദീസയായി മാറി. മദീനയെ പ്രശംസിച്ചുകൊണ്ട് പുണ്യ റസൂൽ പറഞ്ഞ വാക്കിന് കൈമടക്കൂല. പക്ഷേ മക്കയിൽ തന്റെ ദീനിനെ സ്ഥാപിച്ചു മുഹമ്മദ് നബി. മക്കയിൽ തൻ ഛത്രാധിപതിയായി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദാറുൽ ഇസ്ലാമാക്കി പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം മക്കയിൽ തന്റെ കൈകാര്യകർത്താക്കളെ ഏൽപ്പിച്ചു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമാണ് മദീനയിലേക്ക് ഹബീബായ നബി ഹിജ്റ 8-ാം വർഷം മടങ്ങുന്നത്. അതുകൊണ്ട് മക്കയുടെ അവകാശികൾ മുസ്ലിമീങ്ങളാണ്. കാരണം ഒരു അർദുൽ മുഖദ്ദസത്താണെങ്കിൽ ആ അർദുൽ മുഖദ്ദസത്തിലേക്ക് ആ ജനതയെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ആ നബിക്കാണല്ലോ. ഇസ്രായേലി സമൂഹം, ജൂതന്മാർ, തൗറാത്തിന്റെ അനുയായികൾ മഹാനായ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവർക്ക് അവിടെ കയറാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി ജൂഡായിസത്തിന് അർദുൽ മുഖദ്ദസത്തുമായി ഒരു അർഹതയും ഇല്ല. പിന്നെ അവർ മുമ്പേ കള്ളന്മാരാണ്. ആ കള്ളത്തരം ഇന്നും അവർ ആവർത്തിക്കുന്നു എന്നല്ലാതെ അർത്ഥമില്ല. ഒരുപാട് സംഭവങ്ങൾ ഞാൻ അതൊക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിലൂടെ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തുന്നത് അവർക്ക് ഗുണകരമാകും എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം കൊണ്ട് പരിശോധിക്കാം. وإذ وعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذا آتينا موسى الكتاب والفرقان لعلكم تهتدون وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. البقرة 51, 52, 53, 54 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരോട് പറഞ്ഞു, ജനങ്ങളെ, മൂസാ നബിയുടെ വായിലൂടെ അള്ളാഹു കാര്യങ്ങൾ അറിയിച്ചു. ജനങ്ങളെ, എന്തൊക്കെ ഒരു സൗകര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത്. നല്ല ഭക്ഷണം തന്നു, നിങ്ങളെ ശത്രുവിനെ നിങ്ങളെ കണ്ണിന്റെ മുന്നിൽ തകർത്ത് തരിപ്പണമാക്കി തന്നു, നിങ്ങൾക്ക് നിർഭയത്വം തന്നു, എല്ലാം നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ എന്താണ് ജനങ്ങളെ എനിക്ക് നന്ദികേട് കാണിക്കുന്നത്? എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനകളും തൗറാത്തും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുന്നിന്റെ മുകളിലേക്ക് പോയി. ഞാൻ പറഞ്ഞ സെന്റ് കാത്രൈനിൽ, സിനായ് മരുഭൂമിയിൽപ്പെട്ട സ്ഥലമാണിത്. സെന്റ് കാത്രൈനിന്റെ പരിസരത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിച്ച ഒരു ഭാഗം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന ഒരു ഏരിയയാണത്. സെന്റ് കാത്രൈൻ പട്ടണം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിലാണ്. ഏകദേശം 7500 ചില്ലാനം അടി, 7539 അടിയാണ് തുവാ മൗണ്ടൈന്റെ മുകൾ ഭാഗം. അങ്ങോട്ടാണ് പോയത്. 7500 സമുദ്രനിരപ്പിൽ നിന്ന് 7539 അടി മുകളിലാണ്
തുവാ മൗണ്ടൈന്റെ മുകൾ ഭാഗം. അങ്ങോട്ട് അള്ളാഹുമായി മുനാജാത്തിന് പോയി സയ്യിദ്നാ മൂസ. അതിന്റെ താഴ്വാരത്ത് നിർത്തി. അതിന്റെ താഴ്വാരത്താണ് ഞാൻ പറഞ്ഞ വാദി ഷെയ്ഖ്. ആ വാദി ഷെയ്ഖിലാണ് ഇപ്പോഴും ഹാറൂൻ നബിയുടെ ഖബർ. ശ്രദ്ധിക്കുക, അതിനൊരു വെളിപ്പാട് അകലെയാണ് ആ പറഞ്ഞ വൃക്ഷം. 3000-ഓളം കൊല്ലമായി അള്ളാഹുവിന്റെ നൂറ് തജല്ലി കണ്ട ഒരു വൃക്ഷം. ആ വൃക്ഷം ഒരു കേടും പറ്റിയിട്ടില്ല. 3000-ലോ ഏറെ കൊല്ലായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം. അള്ളാഹുവിന്റെ നൂറ് തജല്ലി പ്രത്യക്ഷമായ വൃക്ഷമാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന്റെ പരിസരത്ത് ഉള്ളൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ട കാലഘട്ടത്തിൽ, ശ്രദ്ധിക്കണേ, റളിയല്ലാഹു അൻഹുവിന്റെ പടയോട്ട കാലഘട്ടത്തിൽ ഈ ചർച്ചിന് എല്ലാവിധ അന്നും ഈ ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിന് എല്ലാവിധ അമ്നും നിർഭയത്വവും ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് അക്കാലം മുതൽ 1400 കൊല്ലമായിട്ട് ഒരു വാളും തൂക്കിപ്പിടിച്ച് ഒരു മുസ്ലിം ആയുധധാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ ഇക്കൊല്ലവും അയാളെ കണ്ടു. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇസ്ലാമിന്റെ ഉദാത്തമായ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സിറിയയിലൂടെ സിനായ് മരുഭൂമിയുടെ ഖുദ്സിലേക്ക് പടയോട്ടം നടത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈ ഏരിയയിൽ വരുന്നുണ്ട്. ആ ഈ ഏരിയയിൽ വരുന്നപ്പോഴും ഈ ചർച്ച അവിടെ ഉണ്ടായിരുന്നു. ആ ചർച്ച പൊളിക്കപ്പെടുമോ എന്നവർക്ക് പേടിയായി. പക്ഷേ മഹാന്മാരായ സ്വഹാബത്ത് ആ ചർച്ച പൊളിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരു പട്ടാളക്കാരനെ അവിടെ നിർത്തിക്കൊടുത്തു. ആ പട്ടാളക്കാരന്റെ ഒരു കുടുംബ താവഴിക്കാരൻ, ഒരു കന്തൂറയും ഒരു വട്ടൊക്കെ വെച്ച ഒരു അറബി ഇപ്പോഴും അവിടെ ആ ചർച്ചിന്റെ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴുണ്ട് ഒരു അറബി. 1400-ഓളം കൊല്ലമായി ആ ചർച്ചിന് കാവൽ നിൽക്കുന്നുണ്ട് ഒരു അറബി. ഞാൻ ആ അറബിയെ കണ്ടു. അതിന്റെ പരിസരത്താണ് താഴെ ഭാഗത്ത് വാദി ഷെയ്ഖ്, മുകൾ ഭാഗത്ത് ഈ വെള്ളം, അതിന്റെ മുകൾ ഭാഗത്ത് ഈ വൃക്ഷത്തിന് അടുത്ത കാലഘട്ടം വരെ ആ വൃക്ഷമൊക്കെ കൈകൊണ്ട് തൊടാമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് അവിടെ. അതിന്റെ മുകളിലാണ്, കുറച്ചപ്പുറത്തേക്കാണ് തുവാ മൗണ്ടൈൻ. ആ മൗണ്ടൈന്റെ മുകളിലേക്ക് തൗറാത്തും അള്ളാഹുവിന്റെ 10 കൽപ്പനകളും വാങ്ങാൻ വേണ്ടി പോയി ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അതിന്റെ താഴെ ഭാഗത്ത് പാറയാണ്. ശ്രദ്ധിക്കണേ, ആ താഴെ ഭാഗത്ത് ഒരു ഏരിയ വലിയ പാറയാണ്. ആ ഭാഗത്ത് നിർത്തി ഒരു വിശാലമായ പൗരാണികവും ആധുനികവുമായ വിശാലമായ ഒരു ഖബർസ്ഥാൻ ആ ഏരിയയിൽ കാണുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ ആ ഭാഗത്ത് മറവ് ചെയ്യപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ട് അവിടെ താമസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ എന്താ ഉണ്ടായത്? ഇവരെന്ത് ചെയ്തു? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശ്രദ്ധിക്കണം. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പശുക്കളോട് വല്ലാത്തൊരു ആഗ്രഹമുള്ള ജനങ്ങളാണ് ഇവർ. അതിന് ഇവർക്ക് കാരണമുണ്ട്. ഇവർ ഈജിപ്തിലാണ് വളർന്നത്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗം പശുവാണ്. ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ബഖറയാണ്. ആ അൽ ബഖറയും നമ്മുടെ നാടൊക്കെ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിലക്ക് ആ ഇസ്രായേലി സമൂഹത്തിന്റെ മറ്റൊരു വകഭേദമാണ് സിന്ധിൽ താവളമടിച്ചിട്ടുള്ള ആര്യാവർത്തം എന്ന് നമ്മൾ ചിന്തിക്കണം. ആര്യന്മാരുടെ പ്രധാനപ്പെട്ട ദേവത പശുവായിരുന്നു. ഈജിപ്തിലെ പ്രധാനപ്പെട്ട ദേവത പശുവായിരുന്നു. ശിർക്കിന് നിമിത്തമായത് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, ഉപകാരങ്ങളോടുള്ള മനുഷ്യന്റെ ആരാധനാ മനോഭാവം. 2, ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയം. 2 കാര്യത്തിലൂടെയാണ് ലോകത്ത് ശിർക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ്. ചില ആളുകൾ പശുക്കളെ ആരാധിച്ചു, ചില ആളുകള് പാമ്പിനെ ആരാധിച്ചു. പശുവിനെ ആരാധിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ വരുമാന മാർഗം പ്രധാനമായും പശുവാണ്. ഒരു വീട്ടിലെ ഒരു സിന്ധി പശു ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഉപ്പ കുട്ടികളെ അടിച്ചാലും പശുവിനെ അടിക്കൂല. എന്തുകൊണ്ട് അടിക്കൂല എന്ന് വെച്ചെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വരുമാന മാർഗം പശുവാണ്. അതൊരു തരം ആരാധനയായി വളർന്നു. അതുകൊണ്ടാണ് ഈജിപ്തിൽ പാർത്തിരുന്ന ജനങ്ങൾക്ക് പശുവിനോട് വലിയ ഒരു കൊടിയായി. അവർക്ക് അവരുടെ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സായിരുന്നു. അതിൽ നിന്നാണ് അവരുടെ ആരാധനാമൂർത്തികൾ വന്നിട്ടുള്ളത്. ഈ ഒരു ചിന്ത അവരെ മനസ്സിലുണ്ടായിരുന്നു നേരത്തെ. ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നേരെ തുവാ മലയുടെ മുകളിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇവർ കുന്നിന്റെ താഴ്വരയിൽ ഇങ്ങനെ താമസിച്ചു. കുറച്ച് ദിവസം താമസിച്ചു. അതിനിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 30 ദിവസം അവിടെ വന്ന് പാർത്ത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മൂസാ നബിയോട് പറഞ്ഞിരുന്നത്.
പക്ഷേ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് 40 ദിവസമാക്കി. ചില ആയത്തുകളിൽ വഇദ് വഅദ്ന മൂസ 40 ലൈലന, ചില ആയത്തുകളിൽ വഇദ് വഅദ്ന മൂസ 30 ലൈല ഫഅത്മംനാഹാ ബി10 ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈലന. ചില ആയത്തുകളിലെ മൂസ നബിക്ക് 40 രാത്രികൾ ആരാധിക്കാനുള്ള കൽപ്പന കൊടുത്തു എന്നാണ്. ചില ആയത്തുകളിൽ 30 കൊടുത്തു, പിന്നെ 10 കൊടുത്തു എന്നാണ്. അതായത് 30 ശ്രദ്ധിക്കണേ 30 രാത്രിയാണ് ആദ്യമായി കൽപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ തൗറാത്തും കൽപ്പനയും കൊണ്ട് തിരിച്ചു വരാമെന്ന് മൂസ നബി പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം കൂടി അവിടെ വെച്ചിട്ട് കൂട്ടി. അതിനിടയ്ക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത്? ഇവരല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത കൗമാണല്ലോ ഇവര്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇവര് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ കൽപ്പനയും വാങ്ങി മടങ്ങി വരാനുള്ള ഒരു സമയം അവർ കണക്കാക്കി. ആ സമയം കഴിഞ്ഞിട്ട് മൂസ നബി തിരിച്ചു വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞുണ്ടാക്കി മരുഭൂമിയല്ലേ, വിഷത്തേളുകളും പാമ്പുകളും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ഏരിയയിൽ ഒരു പാറയുടെ അടുത്തേക്ക് നടന്നപ്പോൾ എൻ്റെ ഗൈഡ് വന്ന് എന്നെ തടഞ്ഞു, പോകരുത് എന്ന് പറഞ്ഞു. അവിടെ പാമ്പുണ്ടാവും. പാമ്പല്ല, പ്രധാനമായി തേളുണ്ടാവും. മരുഭൂമിയിലെ തേളിന് പാമ്പിനേക്കാൾ വിഷമാണ്. അതുകൊണ്ട് മൂസ ആ ഏരിയയിൽ എവിടെയോ കിടന്ന് മരിച്ചിട്ടുണ്ടാവും. കാരണം മൂസ വരാനുള്ള എല്ലാ സമയവും കഴിഞ്ഞു. മൂസ മരിച്ചിട്ടുണ്ടാവും. മൂസ ഇനി തിരിച്ചു വരില്ല. നമുക്കാകട്ടെ പടച്ചോൻ ഇല്ലാതെ കുഴങ്ങുകയും ചെയ്തു. നമ്മൾ പണ്ടൊരു പടച്ചോന്റെ മുന്നിലായിരുന്നു ഫിർഔൻ. പിന്നെ പടച്ചോൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളെ നമുക്കുണ്ടായിരുന്നു മൂസ പോയിട്ട് തേളോ പാമ്പോ കടിച്ചോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ തിന്നോ മൂസയും മരിച്ചു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ പടച്ചോല്ലാതെ ആരോട് എന്താ പറയുക? അപ്പോൾ സാമിരി എന്ന ഒരു കൊല്ലപ്പണിക്കാരൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ്, നിങ്ങൾ സ്വർണം കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാറ്. അതാണ് പശുക്കുട്ടി. ആ പശുക്കുട്ടിയുടെ മോൾഡ് ഇപ്പോഴും അവിടെ ഉണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. ആ പശുക്കുട്ടിയെ സാമിരി ചെയ്തത് ഒരു കല്ലിൽ ആദ്യം പശുക്കുട്ടിയെ ഒന്നിങ്ങനെ കൊത്തി, ഒരു കല്ലിൽ ആ കല്ല് ഇപ്പോഴും വാദിശേഖിന്റെ മുകളിലുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഞാനത് കാണുന്നുണ്ട്. ആ പശുക്കുട്ടി, കല്ലിൽ കൊത്തിയ പശുക്കുട്ടി ഇപ്പോഴും അവിടെ ഉണ്ട്. ആ പശുക്കുട്ടി ഇപ്പോഴും അവിടെ ഉണ്ട്. ആ കല്ലിൽ കൊത്തിയ പശുക്കുട്ടി. കല്ലിൽ പശുക്കുട്ടിയെ കൊത്തിയിട്ട് പിന്നെ സ്വർണം പൊതിയാ ചെയ്തത്. സ്വർണം കൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി തരാമെന്ന് സാമിരി പറഞ്ഞിരുന്നു. സാമിരി ഇത് കല്ലിൽ കൊത്തിയിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞു. ബാക്കിയുള്ള സ്വർണം എല്ലാ പൂജാരിമാരും ചെയ്യും പോലെ. അല്ലെങ്കിലും ഈ പൂജകളുടെയൊക്കെ പല താല്പര്യം ഉണ്ടായിരിക്കും. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിന്റെ പിന്നിൽ വരുമാനം ഉണ്ടാവും. അത് അയാൾ എന്ത് ചെയ്തു? സാമിരി അതിന്റെ ഏറെ ഭാഗവും അയാൾ മോഷ്ടിച്ചെടുത്തു വെച്ചു. അയാള് കല്ലിൽ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിനെ ഈ സ്വർണം കൊണ്ടുവന്ന് പൊതിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ പതിഞ്ഞ കാൽപെരുമാറ്റത്തിന്റെ ഭാഗത്തെ ഒരൽപ്പം മണ്ണിനെ കുറിച്ച് സാമരിക്ക് വിവരമുണ്ടായിരുന്നു. ആ മണ്ണിന് ചില പ്രത്യേകമായ മഹത്വവും ഉണ്ടായിരുന്നു. ആ മണ്ണ് ഈ പശുക്കുട്ടിയുടെ വായിലൂടെ കയറ്റി എന്ന് ചില താരീഖുകളിൽ കാണുന്നുണ്ട്. ഈ ഇതും കൂടെ കയറ്റി ഇവരെന്ത് ചെയ്തു? പഠിച്ചോനായല്ലോ, പശുവിനോട് ഇവർക്ക് വലിയ ബഹുമാനമാണ്. സ്വർണത്തിന്റെ പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. മൂസാനെ കാണാനുമില്ല. മൂസ 30 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞിട്ട് 40 ഒക്കെ കഴിഞ്ഞ് വരുന്ന കാണുന്നില്ല. ദിവസം കുറെ ആയി. അവരെന്ത് ചെയ്തു? അവരിങ്ങനെ ആവശ്യങ്ങൾ പോയി പറയണ്ടേ, ആവശ്യങ്ങൾ ഇങ്ങനെ പശുക്കുട്ടിയോട് പോയി പറയും. 1-2 വട്ടം ബഹുമാനപ്പെട്ട ഹാറൂൻ നബി പറഞ്ഞു നോക്കി. പിന്നെ ഹാറൂൻ നബി പറയാൻ പോയില്ല. ഹാറൂൻ നബി അപ്പുറത്തൊരു കുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് ഇപ്പോൾ ഹാറൂൻ നബിയുടെ ഖബറുള്ളത്. അതൊക്കെ എൻ്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് ഹാറൂൻ നബിയുടെ ഖബർ. അതിന് പള്ളക്ക് ഹാറൂൻ നബി അങ്ങനെ ഇരുന്നു. ഹാറൂൻ നബി ഇരുന്ന സ്ഥലമാണ് ഇപ്പോൾ വാദി ഷെയ്ഖിന്റെ താഴ്വര. അവര് ഇങ്ങേ ഭാഗത്തുള്ള മലയിൽ ഇവരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് അങ്ങനെ അവരോരോ സങ്കടം പറയും. ഈ സങ്കടം പറയുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഇടയ്ക്ക് ഖേ എന്നൊരു ഒച്ച ഉണ്ടാക്കും. ഒരു പ്രത്യേകമായ ഒരു ഹുവാർ ചില പ്രത്യേകമായ ഒച്ചയുണ്ടാക്കിയിരുന്നു ഈ പശുക്കുട്ടി. അപ്പോൾ സാമിരി അവർക്ക് പറഞ്ഞു, ദൈവങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. അവർക്ക് സന്തോഷമായി. അങ്ങനെ അവര് പശുക്കുട്ടിക്ക് ഇങ്ങനെ അതിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് തൗറാത്തിന്റെ പലകകളും ഏറ്റിയിട്ട് വരുന്നത്. സയ്യിദുനാ മൂസ നബി വരുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടെ ഓടി. പേടിയാന്ന് ഉറപ്പല്ലേ? പേടിയാണ്. ഇങ്ങനെ കൈയൊന്ന് ഇങ്ങനെ വെച്ചപ്പോഴത്തിന് ഒരു കിബിത്തി എത്തുയി. തലമണ്ട ഒരു ഒറ്റ അടി കൊടുത്ത ഒറ്റ അടിക്ക് കിബിത്തിയെ കൊണ്ടു സയ്യിദുനാ മൂസ. അടിയോട് കൊടുത്തു. തലക്കൊരു അടി, ഒരു മേട്ട കൊടുത്തിട്ടുള്ളൂ. ആജാനുബാഹുവായ കിബിത്തിയെ ഒരൊറ്റ അടി കൊണ്ട് കൊന്ന ആളാണ് സയ്യിദുനാ മൂസ. അതുകൊണ്ട് മൂസാ നബി അവർക്ക് പേടിയാണ്. മൂസാ നബി
ആരോ ഓടി വന്ന് പറഞ്ഞു മൂസ മല ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഓടി രക്ഷപ്പെട്ടു. മൂസാ നബി വന്നപ്പോൾ കൗമും അവരെ ഓട്ടവും ചടപടാന്നുള്ള ഓട്ടവും അവരെ പശുക്കുട്ടിയും സാമരിയും ഈ സ്വർണത്തിന്റെ ഒക്കെ കണ്ടപ്പോൾ മൂസാ നബി ഫറമൽ അൽവാഹ തൗറാത്തിന്റെ ഏടൊക്കെ വലിച്ചെറിഞ്ഞ് നേരെ നേരെ പോയിട്ട് ഏട്ടന്റെ താടിക്കട പിടിച്ച് വലിയ ഹോജായിട്ട് വലിയ ഷേഖായിട്ട് ശിർക്കും ചെയ്ത് നോക്കിയിരിക്കണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു യബ്ന ഉമ്മേ, എൻ്റെ ഉമ്മാന്റെ കുട്ടിയെ, ഉമ്മാനെ വേഗം ഇടയെ കുറ്റിയത് ഉമ്മാനെ കേൾക്കുമ്പോൾ മനസ്സിന് അലിവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ തഫ്സീറിൽ കാണാം. എൻ്റെ ഉമ്മാന്റെ കുട്ടിയെ എന്നാ പറയുന്നത്. ഉമ്മാനെ കേൾക്കുമ്പോൾ മൂസാ നബി അല്ലേ ചെയ്തോക്കും. ഞാൻ ഇവരോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഇവർക്കിടയിൽ വീണ്ടും കുഴപ്പങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. നീ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ തിരിച്ചു വരുന്ന മാത്രമേ ഇവരെ പശുക്കുട്ടിക്ക് ആയുസുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം നോക്കിയിരുന്നത് എന്ന് ഹാറൂൻ നബി പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ ഇടയിൽ ഒരുമിച്ച് കൂട്ടി. അല്ലാഹു സുബ്ഹാൻ ഈ രണ്ടാമത്തെ ഘട്ടം കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു, നന്ദി ചെയ്യേണ്ടവരെ, നന്ദി കെട്ടവരെ, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. എന്താ പരിഹാരം എന്താ? പശുക്കുട്ടിക്ക് ആരാധിക്കാത്തവർ പശുക്കുട്ടിയെ ആരാധിച്ചവരെ കൊന്നുകളയട്ടെ. ഒരൊറ്റ ദിവസം ആ താഴ്വരയിൽ 70,000 ജൂതന്മാരെ മൂസാ നബി നോക്കി നിൽക്കവെ കൊന്നു. 70,000. അതാണ് ഫഖ്തുലു അൻഫുസകും, നിങ്ങൾ തമ്മിൽ കൊന്നോളി എന്ന് പറഞ്ഞു. അൽ ബഖറ 54-ാമത്തെ 70,000 ആളുകളെ ആ ദിവസം മൂസാ നബി നോക്കി നിൽക്കുക കൊന്നോട് പറഞ്ഞു. തൗബ വേണ്ടേന്ന് വെച്ചു. തൗബ വേണമെന്നാണ് അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ കാര്യം മനസ്സിലായി. തൗബ വേണ്ടേന്ന് വെച്ചു. തൗബ വേണമെന്നാണ്. തൗബ വേണമെങ്കിൽ മരിക്കാൻ തയ്യാറായി കൊടുന്നു. പശുക്കുട്ടിക്ക് തവാഫ് ചെയ്യാത്തവർ, പശുക്കുടിയുടെ അടുത്ത് എത്തിക്കാഫിരിക്കാത്തവർ, അത് ചെയ്തവരെ കൊല്ലാൻ സയ്യിദുനാ മൂസ കൽപ്പിച്ചു. അതാണ് അൽ ബഖറയുടെ 54-ാമത്തെ ആയത്ത്. ഇദ് ഖാല മൂസ ലിഖൗമി യാ ഖൗമി ഇന്നകും ളലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ അജ്ൽ ഫതുബു ഇലാ ബാരികും ഫഖ്തുലു അൻഫുസകും. നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടു. 70,000 ആളുകളാണ് ആ താഴ്വരയിൽ മരിച്ചു വീണത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം നന്ദി കെട്ട ബുദ്ധിയില്ലാത്തവരും നന്ദി കെട്ടവരുമായ ജനതയായിരുന്നു അവർ. ഇവരെ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടും ഇവർ ഒരു വകക്കും കൊള്ളാത്തവരാണെന്ന് മൂസാ നബിക്ക് വീണ്ടും ബോധ്യപ്പെട്ടു. ഇനിയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ നന്നായോ? പിന്നെ നന്നായില്ല. പിന്നെന്ത് ചെയ്തു? പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഇടക്കിടക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുവാമലൻ മുകളിലേക്ക് അള്ളാഹുമായി മുനാജാത്തിന് പോയിരുന്നു. എന്നിട്ട് വന്നിട്ട് വഹി പറയും. അപ്പോൾ ഇവർക്ക് പ്രശ്നമായി. ഇവരെന്ത് പറഞ്ഞു? മൂസ, ഈ അള്ളാഹിനോട് പോയിട്ട് മുനാജാത്ത് നടത്തിയ വർത്തമാനങ്ങളാണ്, അള്ളാഹുമായി സംസാരിച്ച് പറഞ്ഞ വർത്തമാനാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അതിന് സാക്ഷി എവിടെയാ? അതുകൊണ്ട് ഞങ്ങളെ കൂടെ ആ കൂട്ടത്തിൽ കൂട്ടാതെ ഞങ്ങൾ ഒരിക്കലും വഹി അംഗീകരിക്കില്ല എന്ന് വാശി പിടിച്ചു. ഞങ്ങൾക്കും വഹിയെ കേൾക്കണം. ആ വഹിയെ കേൾക്കാതെ ഞങ്ങൾക്ക് വഹി അംഗീകരിക്കില്ല കഴിയില്ല എന്നാണ്. അവസാനം മൂസാ നബി നിർബന്ധിതരായി കുറച്ചാളുകൾ അവരെ കൂട്ടത്തിൽ നിന്ന് വഹിയെ കേൾക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. എന്നിട്ട് മല കയറിപ്പോയി. അവരെ നന്ദി കേട് നോക്കണം. അങ്ങനെ വഹിയെ കേൾക്കാൻ വേണ്ടി കൊണ്ടുപോയി മലമുകളിലേക്ക് കൊണ്ടുപോയി. അവരൊരു പ്രത്യേകമായ ഒരു കാർമേഘം, ഒരു ഇരുട്ട് മൂടി അള്ളാഹുമായി മുനാജാത്ത് നടത്തി സംസാരിച്ചു ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. അത് കഴിഞ്ഞു. ആ സംസാരവും കേട്ട് മൂസാ നബി അള്ളാഹുമായി സംസാരിക്കുന്നത് കേട്ടിട്ട് ഇവർ സന്തോഷത്തോടെ മടങ്ങിപ്പോന്നു. നാട്ടിൽ വന്ന് പറഞ്ഞ്, ഇല്ല, മൂസ പറഞ്ഞത് കളവല്ല, മൂസ അള്ളാഹുമായി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ പ്രശ്നം ഉണ്ടായി. പിന്നെന്താ പ്രശ്നം ഉണ്ടായത്? പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹി വിശദീകരിക്കാൻ വേണ്ടി വഅദ് പറയാൻ എണീറ്റ് നിന്നാൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയല്ല, ഞങ്ങൾ കേട്ടതല്ലേ, അതിങ്ങനെ പറഞ്ഞത്. അതുമ്പോ അവസാനായിട്ട് കുടുങ്ങി. ഇവര് വഹിയെ കേട്ടതുകൊണ്ടാണ് കുടുങ്ങി. ആ വഹിയാണ് നഷ്ടപ്പെട്ടു പോയി. ആ വഹിയിന് വേണ്ടി വഅദിന് പറയാൻ മൂസാ നബി എണീറ്റുന്ന അക്കാലത്ത് യൂശഅന്റെ ശേഷം അവർക്ക് വേണ്ടി വന്ന നബിയാണ് സയ്യിദുനാ ശംവീൽ. ശംവീലിനോട് പറഞ്ഞു, ശ്രദ്ധിക്കണില്ലേ? മനസ്സിലായി? ചിന്ന ഭിന്നമായി, ജെറീക്കോയിലൊന്നും പാർക്കാൻ കഴിയാത്ത ചിന്ന ഭിന്നമായി ജെറീക്കോ പിടിച്ചടക്കി. ആര്? ജാലൂത്ത്. പിന്നെ അവര് ഇസ്രായേലി മരുഭൂമിയിലൂടെ അലഞ്ഞു. ജാലൂത്ത് ജെറീക്കോ പിടിച്ചടക്കിയപ്പോൾ, യൂശായ് മരിച്ചപ്പോൾ ജാലൂത്ത് ജെറീക്കോ പിടിച്ചടക്കി. ആ ജെറീക്കോ പട്ടണത്തിന് വേണ്ടിയാണ് പിന്നെ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. ഏത് യുദ്ധം? താലൂത്തും
ജാലൂത്തും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സയ്യിദുന ദാവൂദ്. അന്ന് ദാവൂദ് നബിക്ക് 16 വയസ്സാണ്. ആ യുദ്ധത്തിന് മുമ്പ് ദാവൂദ് നബിക്ക് 16 വയസ്സാണ്, നബിയായിട്ടില്ല. ശ്രദ്ധിക്കണേ, യൂശാന്റെ മരണത്തിന് ശേഷം ജാലൂത്ത് അവരെ പിടിച്ചടക്കി. അപ്പോൾ അവർ മരുഭൂമിയിൽ അലയേണ്ടിയിരുന്നു. ഈ അലച്ചിലിൽ വലിയ പ്രശ്നം വേറെ ഉണ്ടായിരുന്നു. ഇതുവരെ മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ അവരെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ജാലൂത്തിന് 2 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ടായിരുന്നു. ജാലൂത്തിന്റെ പട്ടാളക്കാർ കാണാൻ കൊള്ളാവുന്ന ഇസ്രായേലി പെണ്ണുങ്ങളെ മുഴുവനും പിടിച്ചടക്കി. എല്ലാ കുട്ടികളെയും അടിമകളാക്കി. അവസാനം പെണ്ണും കുട്ടിയും ശത്രു റേപ്പ് ചെയ്യാൻ വേണ്ടി അടിമകളാക്കി കൊണ്ടുപോയത് കണ്ണും നോക്കി കണ്ട് നിന്ദരായി അവർ ജെറീക്കോ പട്ടണത്തിൽ നിന്ന് സീനായി മരുഭൂമിയിലേക്ക് ഇറങ്ങി പിന്നെയും തെണ്ടേണ്ടി വന്നു. അപ്പോൾ പിന്നെ അക്കാലത്തെ പ്രവാചകൻ അവർ അഭയം തേടി. ആ പ്രവാചകനാണ് സയ്യിദുനാ ശമൂവേൽ. ബൈബിൾ ശമൂവേൽ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. യുദ്ധം ചെയ്തിട്ട് പിടിച്ചടക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിവില്ല, ഞാൻ ശാരീരികമായി കഴിവ് കുറഞ്ഞ ആളാണ്. ഒരാളുണ്ട്, ഒരു ആട്ടിടയനുണ്ട്, താലൂത്ത്, അയാളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് യുദ്ധത്തിന് ഞാൻ അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പോൾ അവർ താലൂത്തിനെ സൈന്യാധിപനാക്കാൻ തയ്യാറായില്ല. നന്ദികേടിന്റെ മറ്റൊരു ഭാഗം, പെണ്ണുകളെ കുട്ടികളെ തിരിച്ചെടുക്കണം, യുദ്ധം ചെയ്യാം. പക്ഷേ മുതലില്ലാത്ത ഈ ആട്ടിടയനും ഞങ്ങൾ വഴിപ്പെടില്ലാത്ത ശംവീര എന്ന് പറഞ്ഞു. തർക്കായി. അവസാനം അവർക്ക് പെട്ടി തിരിച്ചു കിട്ടി. അതൊരു വലിയ സംഭവമാണ്. ഇപ്പോൾ അത് പറയാൻ നേരല്ല. പെട്ടി അവരിൽ നിന്ന് അവർക്ക് ആകെ കയ്യിലുണ്ടായിരുന്ന ഒരു ഒരു പെട്ടിയായിരുന്നു. ഒരു തോണി പോലത്തെ, തോണിയുടെ ആകൃതിയിലൊരു പെട്ടി ഇവരുടെ കാലത്ത് കയ്യിലുണ്ടായിരുന്നു പണ്ട്. ആ പെട്ടിയിലുണ്ടായിരുന്ന മൂസാ നബിയുടെ 2 ചെരുപ്പ്, മൂസാ നബിയുടെ വടി, മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന അള്ളാഹു കൊടുത്ത തൗറാത്തിന്റെ പലക, ഇത് പെട്ടിയിലിട്ട് ഏറ്റി നടന്നിരുന്നു ഇസ്രായേലി സമൂഹം. ഇത് ഇവർ തമ്മാടികളായ കാലഘട്ടത്തിൽ ഇവരെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്തിട്ട് അമാലിക ഗോത്രം പിടിച്ചടക്കി. അതിന്റെ പേരിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവർക്കുണ്ടായി. ഇതാണ് ആ പട്ടി അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അവർ താലൂത്തിനെ നേതാവാക്കിയാൽ മതി എന്ന് പറഞ്ഞു സയ്യിദുനാ ശമൂവേൽ. അവസാനം ഗത്യന്തരല്ലാതെ ജെറീക്കോ പട്ടണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി താലൂത്തിന്റെ കൂടെ പോകാൻ അവർ തയ്യാറായി. പക്ഷേ അപ്പോഴും പ്രശ്നം ഉണ്ടായി. അവർ യുദ്ധത്തിന് സിനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്കിടയിൽ ജെറീക്കോ പട്ടണത്തിന്റെയും അവർക്കും ഇടയിൽ ജോർദാൻ നദി ഉണ്ടായിരുന്നു. ആ ജോർദാൻ നദി ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ട്, അത് കാണേണ്ടതാണ്. ജോർദാൻ നദി ഉണ്ടായിരുന്നു. അതിനിടയിൽ ജോർദാൻ നദി ഇറങ്ങി കിടക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് താലൂത്ത് പറഞ്ഞു. അതാണ് അത് ആ നദി യൂഫ്രട്ടീസ് അല്ല. ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് യൂഫ്രട്ടീസ് ആണെന്നാണ്. ശരിയല്ല. യൂഫ്രട്ടീസും ടൈഗ്രീസും ഇറാഖിലാണ്. മനസ്സിലായില്ല? യൂഫ്രട്ടീസും ടൈഗ്രീസും അല്ലത്. ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് യൂഫ്രട്ടീസ് ആയിരിക്കും എന്നാണ്. ഇത് യൂഫ്രട്ടീസ് അല്ല, ഇത് ജോർദാൻ നദിയാണ്. ജോർദാൻ നദി മരുഭൂമിയിലൂടെ ഒഴുകി വന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ പതിക്കുകയാണ്. ജോർദാൻ നദിയാണ്. ജോർദാൻ നദി മുറിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. ഒറ്റ നിബന്ധന, നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, യുദ്ധം ചെയ്ത് തിരിച്ചു തരാം. പക്ഷേ ഇന്നല്ലാഹു മുബ്തലീകും ബിനഹരിൻ, നിങ്ങളെ ക്ഷമ എത്രയുണ്ട് എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു ഒരു പുഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പുഴയുടെ ജോർദാൻ നദിയുടെ വെള്ളം കുടിച്ചാൽ പിന്നെ എന്റെ കൂടെ പോരാൻ കഴിയില്ല. അതിന്റെ വെള്ളം കുടിക്കാത്തവർക്ക് മാത്രമേ ജോർദാൻ നദി വിട്ടു കിടക്കാൻ കഴിയൂ എന്ന് സയ്യിദുനാ ശമൂവേൽ സയ്യിദുനാ താലൂത്ത് പറഞ്ഞു. അവരവിടെ കുടിച്ചു വെള്ളമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇട്ട് വെച്ചൊരു പഠനം ഉണ്ടാവണം. ഇത് ഞാനൊരു വാതിൽ തുറന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിവിടെ എഴുതി വെച്ചിട്ടില്ല എന്നല്ല, എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കാതെ ഇന്നെപ്പോൾ ചെറുക്ക് കിട്ടൂലല്ലോ. എഴുതി വെച്ചിട്ടുണ്ട്, പഠിച്ചവർ ഇനിയും ഉണ്ടാവും. പക്ഷേ പരക്കെ തഫ്സീറുകൾ പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ സ്ഥാപനങ്ങളിലോ മറ്റോ ഖുർആന്റെ ജോഗ്രഫി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമില്ല. അതുകൊണ്ട് ഖുർആൻ ഒരു തരം കടിച്ചപ്പൊട്ടാത്ത സാധനമായി നിലകൊള്ളുന്നു. പഠിച്ചാലോ എല്ലാം എളുപ്പമാണ്. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായ താരീഖിലേക്കുള്ള ഒരു വെളിച്ചാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പിന്നീട് ഇവരെ എന്ത് ചെയ്തു? ജോർദാൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാതെ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞു. 70,000 ആളുകൾ യുദ്ധത്തിന് പോയി. പക്ഷേ 69,687 വെള്ളം കുടിച്ചു.
വെള്ളം കുടിക്കാത്ത ആളുകൾ അസ്ഹാബ് ബദറിന്റെ എണ്ണമാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 313. ജോർദാൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. 70,000. ജാലൂത്തിന്റെ സംഘം 2 ലക്ഷമാണ്. നിങ്ങൾ വെള്ളം കുടിച്ച യുദ്ധത്തിന് വരാൻ കഴിയില്ല. 70,000 ആളെ ഇവർ ന്യൂനപക്ഷ ആണാനും. അപ്പൊ നമുക്ക് കഴിയില്ല. ജോർദാൻ നദി അള്ളാഹു നിങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇസ്രായേലികളെ, നിങ്ങൾക്ക് പോയതൊക്കെ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് കാബുൽ മുഖദ്ദസിലേക്ക് കയറുകയും ചെയ്യാം. ജോർദാൻ നദി കടന്ന നേരെ ടെൽ അവീവിലേക്കാ. മനോഹരാണ്. ബാറക്കന ഹൗലഹു എന്ന് പറഞ്ഞാൽ മനോഹരാണ്. എന്തൊരു മനോഹരാണ്. നമ്മളെ വീട്ടിൽ നമ്മളിപ്പോൾ ഈ അങ്ങാടി നിന്നൊക്കെ വലിയ നോമ്പ് തുറയാണെങ്കിൽ നമ്മൾ അത്തിപ്പഴം വാങ്ങും. ഉണങ്ങിയ ഒരു സൈസ് അത്തിപ്പഴം. അത് നമ്മൾ ഫലസ്തീനിൽ പോയി കഴിക്കണം. അപ്പം നമ്മൾ അത്തിപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഫലസ്തീനിലേക്ക് ടിക്കറ്റ് എടുത്തു പോകും. എന്തൊരു അത്തിപ്പഴാണ്, എന്തൊരു പഴാണ് അതൊക്കെ. ഫലസ്തീനിലെ അത്തിപ്പഴം ഭയങ്കര കുറഞ്ഞ വില, എന്തൊരു നല്ല പഴാണ്. എന്താണ് ഇതൊക്കെ സാധനങ്ങൾ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ നോമ്പ് മുറിക്കണില്ല, പക്ഷെ ഭയങ്കര എന്ന് പറഞ്ഞതിന് ചില ആളുകൾ വാക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയല്ല. ബാറക്കനാഹുലഹു ഒരുപാട് അർത്ഥമുണ്ട്. ബാറക്കനാഹുലഹു എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ പാദസ്പർശമാണ്, അമ്പിയാക്കന്മാരെ ഖബറാണ്. അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഖബർ കണ്ട ഒരു ഖബർ മാത്രമേ കണ്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തുമുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല സമൃദ്ധമായ പഴവർഗ്ഗങ്ങളുടെ മണ്ണാണ്. എന്തൊരു മണ്ണാണ്! എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക? ലോകത്തെ ഏറ്റവും നല്ല സ്വർഗീയ ഖനികളുള്ള നാട് ടെൽ അവീവാണ്. ടെൽ അവീവിൽ നിങ്ങൾ ഇങ്ങനെ പോയ ഞങ്ങൾ ഭൂമിയിൽ സ്വർഗത്തിലെത്തിയെന്ന് തോന്നിപ്പോകും. അവരുടെ വിശ്വാസപ്രകാരം സ്വർഗം അവരുടെ വിശ്വാസപ്രകാരം സ്വർഗം ടെൽ അവീവാണ്. അവരുടെ വിശ്വാസം. അവരെ വിശ്വാസപ്രകാരം നരകം ഞാൻ കണ്ടു. അവരെ വിശ്വാസപ്രകാരം സിറാത്ത് പാലം കെട്ടുന്ന സ്ഥലം ഞാൻ കണ്ടു. അവരെ വിശ്വാസപ്രകാരം ഒരു ടേണിങ് ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറും കഴിഞ്ഞ് ഒരു ടേണിങ് കഴിയുമ്പോൾ ഒരു ഏരിയയിൽ ഭയങ്കര ഗർത്തമുണ്ട്. ആ ഗർത്തത്തിൽ കണ്ടപ്പോൾ ടൂർ ഗൈഡ് കാണിച്ചെന്ന് വാദി ജഹന്നം അതാണ് നരകത്തിൻ്റെ താഴ്വര. അവിടെ ആയിരിക്കും നരകം. അവിടെ മുസ്ലിമീങ്ങളൊക്കെ അവിടെ കയറിയെന്നാണ് വിശ്വാസം. അവിടെ 3 തട്ടിലാണ്, 3 വിഭാഗത്തിൻ്റെ ഖബർസ്ഥാൻ അവിടെ ഉണ്ട്. മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനുണ്ട്, ജൂതന്മാരെ ഖബർസ്ഥാനുണ്ട്, ക്രിസ്ത്യാനികളെ ഖബർസ്ഥാനുണ്ട്. 3 സ്ഥലമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് നേരെ ബൈത്തുൽ മുഖദ്ദസിന്റെ ബാബുദ് റഹ്മയോട് ചേർന്ന് മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനം. അതിന്റെ നേരെ താഴെ ഭാഗത്ത് ക്രിസ്ത്യാനികളെ ഖബർസ്ഥാനം. അവിടെയാണ് മഗ്ദലന മറിയമിന്റെ മഖബറയും കൂടി അവിടെ ഉണ്ട്. അവിടെ മഗ്ദലന മറിയം എന്നൊരു പെണ്ണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൾ ഇസ്രായേലികളിലെ വേശ്യയായിരുന്നു. ആ വേശ്യയെ ഇസ്രായേലിന്റെ അടുത്തേക്ക് കല്ലെറിയാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അത് മഗ്ദലന മറിയമാണ്. അങ്ങനെ മഗ്ദലന മറിയമ്മനെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടവര് അവരവരുടെ പാപത്തെ ആലോചിച്ച് മടങ്ങിപ്പോയി. ഇന്നാണെങ്കിൽ ആരും മടങ്ങിപ്പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോരുത്തരുടെ ഭാഷയിൽ തീരെ പാപം ചെയ്യാത്തവർ അവനാണ്. ഏതായാലും ഓരോരുത്തരും മടങ്ങിപ്പോയപ്പോൾ അവിടെ ഇരുന്ന് കുമ്പിട്ടിരുന്നിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ഈസയുടെ കാൽപാദം കഴുകിപ്പോയി എന്നാ ചരിത്രം. അള്ളാഹുൾക്ക് പുറത്തു കൊടുത്തു എന്നാണ് അവരുടെ വിശ്വാസം. ആ സ്ഥലത്ത് ഒരു ചർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ചർച്ച് ഓഫ് മഗ്ദലന മറിയം. അവളെ ഖബറും അവിടെയാണ്. അതിന്റെ പരിസരത്താണ് ക്രിസ്ത്യാനികളെ ഖബർസ്ഥാൻ. അതിന്റെ മറ്റൊരു വിശാലമായ ഏരിയയിലാണ് ജൂതന്മാരുടെ ഖബർസ്ഥാനം. ലോകത്ത് എവിടെ ജൂതൻ മരിച്ചാലും അവിടെ കൊണ്ടുപോയി മറവിയും. അത് സ്വർഗത്തിലെ ഖബർസ്ഥാനാണെന്ന് അവരുടെ വിശ്വാസം. ആ ഖബർസ്ഥാനിൽ ഒരു ജൂതനെ അടക്കം ചെയ്താൽ ആ ജൂതൻ നരകത്തിൽ കിടക്കൂല എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് മട്ടാഞ്ചേരിയിലെ പഴയ കാലത്ത് മട്ടാഞ്ചേരിയിൽ ജൂതന്മാർ മരിച്ചിരുന്ന കാലഘട്ടത്തിലും തെല്ലാജിലാക്കിയിട്ട് അങ്ങോട്ടുണ്ടോ. ജെറൂസലേമിലാണ് ഇപ്പം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ഈ മണ്ണിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾക്ക് കയറുകയും ചെയ്യാം. നിങ്ങളൊന്ന് എൻ്റെ കൂടെ വരൂ, വെള്ളം കുടിക്കരുത്, ജോർദാൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട താലൂത്ത് പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചില്ല. 69,687 വെള്ളം കുടിച്ചിട്ട് അവസാനം അവിടെ ഇരുന്നിട്ട് അവർ പറഞ്ഞു, ലാ ത്വാഖത്തല, ഇനി ഞങ്ങൾക്ക് ഒരു കരുത്തുമില്ല, ഇജ് വേണമെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞു. 313 ആളുകളെ കൊണ്ട് താലൂത്ത് യുദ്ധത്തിന് പോയി. 2 ലക്ഷത്തോട്. അതിൽപ്പെട്ട സാധാരണ ചെറുപ്പക്കാരനായ പട്ടാളക്കാരനാണ് സയ്യിദുന ദാവൂദ്. ദാവൂദിന് അന്നത്തെ വയസ്സ് 16. അങ്ങോട്ട് കയറി കേട്ടോളൂ, ഇങ്ങോട്ട് കേൾക്കി. ഇസ്രായേലി സമൂഹത്തെ ശരിക്ക് ഭരിച്ച ആദ്യത്തെ രാജാവ് ദാവൂദാണ്.
അതിന് കാരണം ദാവൂദ് പറയപ്പെട്ട കൽപ്പനകൾ പാലിച്ചു, മാത്രമല്ല ശത്രുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അവരുടെ മകനാണ് സയ്യിദുന സുലൈമാൻ. അവർ ഇസ്രായേലിൽ ശരിക്കും അർദുൽ മുഖദ്ദസ് ഭരിച്ച ആൾ തന്നെയാണ്. എന്നാൽ അവർ തൗഹീദിന്റെ നബിമാരും ആയിരുന്നു. അതുകൊണ്ട് ഈ ജൂതന്മാർക്ക് ഞങ്ങൾ ഭരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ തൗഹീദ് ഇന്ന് അവരുടെ കൈവശമില്ല. ഇതിന്റെ രണ്ടാം ഭാഗം ഇനി പറയുമ്പോഴേ ഇനിയുള്ള പടയോട്ടങ്ങളുടെയും റോമൻ അധിനിവേശം, നബത്തിയൻ അധിനിവേശം, പിന്നീട് സലാഹുദ്ദീന്റെ പടയോട്ടം, ഇസ്ലാമിന്റെ ആഗമനം, ഇങ്ങനെ ഒരു വലിയ വിശാലമായ ചരിത്രം ഇതിന്റെ ബേക്കിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒറിജിനാലിറ്റി, ജൂതന്മാരുടെ അർഹതയെക്കുറിച്ച്, ആരുടേതാണ് ഫലസ്തീൻ എന്നത് ഒറിജിനാലിറ്റി നിങ്ങളെ മുന്നിൽ കാണിക്കൽ മാത്രമായിരുന്നു ഇന്നെന്റെ ഉദ്ദേശം.